BJP ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഫെയിലിയർ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡി കമ്പനിക്കെതിരെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവരുടെ 10 കൊല്ലത്തെ റോളിനിടയ്ക്ക് കുറച്ച് തീവ്രവാദികളൊക്കെ കൊന്നു, ജയ്ഷും ഇതൊക്കെ. പക്ഷേ ഡി കമ്പനിയിൽപ്പെട്ട ഒരാൾക്ക് അവർക്ക് പാകിസ്ഥാനിലുള്ളതോ ദുബായിലുള്ളതോ UAE-യിലുള്ളതോ UK-യിലുള്ളതോ ഒരാളെ പോലും അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അത് ഭയങ്കര ഒരു അട്ടം വീക്ക്നെസ്സാണ്. ഇപ്പം ഏതെങ്കിലും ക്യാബിനറ്റ് ലെവലിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് നമുക്കറിയാൻ പാടില്ല. അതാണ് അവരുടെ ഈ ഏറ്റവും വലിയ വീക്ക്നെസ്സായിട്ട് ഞാൻ കണ്ടേക്കുന്നത്. ആ മിയാന്താദിനെ മോനെ ദാവൂദിൻ്റെ മോളെയും കൊണ്ട് അങ്ങ് തട്ടിയാർന്നെങ്കിൽ അത് പണ്ടേ ചെയ്യേണ്ടായിരുന്നു. ഒരു 8 കൊല്ലം മുമ്പ് ചെയ്യേണ്ടായിരുന്നു. അവർക്ക് UK-യിൽ പിന്നെ ഒരു ചോട്ടാ ഷക്കീലിൻ്റെയും മറ്റേ അനീഷ് ഇബ്രാഹിമിൻ്റെയൊക്കെ പിള്ളേരൊക്കെ UK-യിൽ അതീതി കിടക്കുന്നുണ്ട്. അവരൊക്കെ അങ്ങ് തട്ടേണ്ടായിരുന്നു. അതൊക്കെ 10 കൊല്ലം മുമ്പേ അവർക്ക് ചെയ്യേണ്ടായിരുന്നു. അത് ഇന്ത്യൻ BJP ഗവൺമെൻറ് അധികാരത്തിന് വന്നപ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് ഒരു വലിയ ഫെയിലിയർ സംഭവിച്ചത് BJP ഗവൺമെൻറ്റിൻ്റെ ഇതിൽ. ഈ തീവ്രവാദികളെ കൊന്നപോലെ ഡി കമ്പനിക്കാരെ കൊല്ലേണ്ടതായിരുന്നു. ഡി കമ്പനിക്കാരെ ഡി കമ്പനിക്കാരെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഈ തീവ്രവാദികളെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഇതിന് കുറേ പേരെ കൊന്നില്ല. അതുപോലെ തന്നെ ഇവർക്കെതിരെ നടപടി എടുക്കേണ്ടതാണ്. അങ്ങനെ ഇന്ത്യൻ സുപ്രീം കോടതി ഏതോ ഒരു മേമൻ യാക്കൂബ് മേമനല്ല, വേറെ ഏതാണ്ടൊരു മേമൻ, അയാൾക്ക് വേണ്ടി കപിൽ സിബാൾ എന്ന് പറഞ്ഞൊരു പെരുങ്കള്ളൻ, ഞാൻ പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പേര് മാറ്റി അവൻ HRD മിനിസ്റ്ററായിരുന്നപ്പോഴാണ്. ആ പെരുങ്കള്ളൻ HRD മിനിസ്റ്ററായിരുന്ന അവൻ രാത്രി 12 മണി മുതൽ 4 മണി 5 മണി വരെ സുപ്രീം കോടതി തുറപ്പിച്ച് ഡി കമ്പനിക്കാരന് നീതി കൊടുക്കാൻ നോക്കി. അയ്യോ, ഡി കമ്പനിക്കാരൻ നീതി കൊടുത്തു കഴിഞ്ഞാൽ ലോകം ഇടിഞ്ഞു വീഴുന്നു. അത് കൊടുത്തില്ലെങ്കിൽ അതൊരു ഇന്ത്യയുടെ 130 കോടി ഞങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപമാനകരമായ സംഭവമായിരുന്നു അന്ന് നടന്നത്. സുപ്രീം കോടതി ഒരു ഡി കമ്പനിക്ക് വേണ്ടി 12 മണി മുതൽ 5 മണി വരെ ഇത് സുപ്രീം കോടതി തുറന്നിട്ടു.